ഞാൻ പിന്നെ എൻ്റെ ഫാദർ വലിയൊരു പഴയ കാലത്തെ സിനിമകളിലൊക്കെ അഭിനയിക്കുകയും നാടകത്തിൻ്റെയൊക്കെ ഒരു അസ്കിതയുള്ള ആളാണ്. പാട്ട് പാടുമായിരുന്നു, നല്ലപോലെ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ്റെ എന്തോ ചില കാര്യങ്ങൾ എനിക്ക് കിട്ടിയതിൻ്റെ പേരിലായിരിക്കും ഞാൻ ഈ രംഗത്ത് വരുന്നതിനോട് അച്ഛന് എതിർപ്പില്ലായിരുന്നു. അങ്ങനെ ഫാദർ അതിനൊക്കെ ഒരു നിമിത്തമായി മാറി. എൻ്റെ ഫാദറിൻ്റെ കൂടെ തന്നെ നാടകങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്ന വലിയൊരാളായിരുന്നു. പിന്നീട് ശശികുമാർ എന്ന് പേര് മാറ്റപ്പെട്ട് വന്ന് ആലപ്പുഴ ഉള്ള ശശികുമാർ സാർ. അദ്ദേഹം എൻ്റെ ഫാദറിൻ്റെ കൂടെ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഉദയ സ്റ്റുഡിയോയിലെ സംവിധാന സഹായിയായിരുന്നു. അന്ന് ഫാദർ ഉദയ സ്റ്റുഡിയോയിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, നസീർ സാറിൻ്റെ കൂടെയും സത്യൻ സാറിൻ്റെ കൂടെയൊക്കെ. എൻ്റെ ഫാദറിന് ജോലി കിട്ടിയപ്പോൾ അദ്ദേഹം സിനിമാ രംഗത്ത് നിന്ന് മാറിയ ആളാണ്. അന്ന് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ പിന്നെ സർക്കാരിൻ്റെ അനുമതി വേണം. സത്യമാഷ് ഈ SI ഉദ്യോഗം രാജിവെക്കുകയും ഫുൾ ടൈം സിനിമ നടനായി മാറുകയും ചെയ്തു. അവരോടൊക്കെ അന്ന് ചെറിയ വേഷങ്ങൾ ചെയ്ത് ഉദയ സ്റ്റുഡിയോയിലെ പല പടങ്ങളിലൊക്കെ അഭിനയിച്ചു വന്ന ഒരാളാണ് എൻ്റെ ഫാദർ. അങ്ങനെ ഫാദറിൻ്റെ ഒരു കത്തുമായിട്ട്, ഒരു റെക്കമെൻഡേഷൻ കത്തുമായിട്ട് ഞാൻ മദിരാശിക്ക് പോവാണ് 1974. അപ്പോൾ എൻ്റെ കൂടെ കേമതും ഉണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ മധുവിൻ്റെ അമ്മയുടെ അടുത്ത മോൻ ജയദേവനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടാണ് മദ്രാസിന് പോണത്. മധുവിന് ഞങ്ങളുടെ ഒരു സുഹൃത്തായിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. ജയദേവന് സിനിമയിൽ പാടണം, എനിക്ക് സിനിമയിൽ സംവിധാന സഹായിയാകണം. അങ്ങനെ ഞങ്ങൾ 74 പോയി പലരെയും കണ്ടായിരുന്നു. പിന്നെ ശ്രീമാൻ നമ്പി സാറിൻ്റെ അടുത്തും പോയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടൊന്നും നടപ്പിലായില്ല. പിന്നെ മധു പിന്നെ തിരിച്ചു വരികയും ഞാൻ ശശികുമാർ സാറിൻ്റെ കൂടെ അപ്രൻറ്റീസായിട്ട് അരുണാചലം സ്റ്റുഡിയോയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പടങ്ങളൊക്കെ അപ്രൻറ്റീസായിട്ട് തുടങ്ങി. 74 കാലഘട്ടമാണ്. അന്ന് ഞങ്ങൾ സാറിനെ കാണാൻ അരുണാചലം സ്റ്റുഡിയോയിൽ പോകുമ്പം അവിടെ പ്രവാഹത്തിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. ഇന്നത്തെ ബാലയുടെ അപ്പൂപ്പൻ്റെ സ്റ്റുഡിയോ ആണ്, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ സ്റ്റുഡിയോ ആണ് അരുണാചലം സ്റ്റുഡിയോ. അതിൽ ഞാനൊരു അപ്രൻറ്റീസായി തുടങ്ങി. നസീർ സാറിനെ ആദ്യമായി അവിടെ കാണുകയും അദ്ദേഹമായിട്ട് ഒരു സൗഹൃദത്തിലൊക്കെ. ഇതുപോലെ ഒരു നടനെ പിന്നെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും നല്ലൊരു മനുഷ്യനെ, പല സിനിമകളിലും ഞാൻ വർക്ക് ചെയ്തെങ്കിലും നസീർ സാറിനെ പോലുള്ള മനുഷ്യനെ കാണാൻ ഇനിയും കിട്ടത്തില്ല. അത്രയ്ക്ക് നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് ഞാൻ പിക്നിക് എന്ന പടത്തിൽ ഇതുപോലെ അപ്രൻറ്റീസായിട്ട് വർക്ക് ചെയ്തു. അത് ഉറൂക്കുന്ന്, പുനലൂർ കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിലുള്ള ഉറൂക്കുന്നിലായിരുന്നു ഷൂട്ടൊക്കെ. പ്രേം നസീർ, MG സോമൻ, VM ജാണ്ടി ആൻഡ് CC ബേബി ചങ്ങനാശ്ശേരിക്കാരായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. ശശികുമാർ സാറായിരുന്നു സംവിധാനം. ശ്രീലത ചേച്ചിയാണ് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ സുഹൃത്തായ മേക്കപ്പ് മാൻ ഭാസ്കരൻ സാറായിരുന്നു, ചേട്ടനായിരുന്നു അത് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പാർസാരി മാഷ്, ഡാൻസ് മാസ്റ്റർ പാർസാരി മാഷ് ആ പടത്തിൻ്റെ ഡാൻസ് മാസ്റ്ററായിരുന്നു. അച്ഛൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ണിയാർച്ച ഒപ്പറയിലൊക്കെ ഈ പാണൻ എന്ന വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ശാരംഗമണി സാറിൻ്റെ മലയാള കലാഭവൻ എന്നുള്ള അവരുടെ ട്രൂപ്പിലായിരുന്നു ഫാദർ അവസാനമായി അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പാർസി മാഷ്, മേക്കമ്മൻ, KV ഭാസ്കരൻ മാഷ്, ശ്രീലത ചേച്ചി, പിന്നെ മീന ചേച്ചി ഉണ്ടായിരുന്നു, ശശികുമാർ സാർ. അങ്ങനെ അത് സാറിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് കേരളത്തിൽ ശ്രമിക്കാമെന്നും പറഞ്ഞ് പിന്നെ നമ്മൾ ഉദയ സ്റ്റുഡിയോയിൽ പോയിരുന്നു. കുഞ്ചാക്കോ മുതലാളിയെ കണ്ടു. അത് അച്ഛൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ശാരംഗമണി സാറും മുഖേന്ദ്രയാണ് ഞാൻ പോയത്. പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും പ്രാവർത്തികമായില്ല. അതുപോലെ തന്നെ സുബ്രഹ്മണ്യം മുതലാളിയുടെ മെരിന സ്റ്റുഡിയോയിൽ പോയിരുന്നു. എൻ്റെ ഒരു അമ്മാവൻ മുഖാന്തരം പോയതാണ്. അന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ കമലഹാസനൊക്കെ ഉണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ ഒരു മലയാള പടത്തിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. കിളിച്ചിലച്ചു ആ പാട്ടൊക്കെ ഉള്ള ആ പടമാണ്. നമ്മുടെ ഡാൻസർ തങ്കപ്പണ്ണനായിരുന്നു എൻ്റെ സംവിധായകൻ. മെരിലാൻഡിലൊക്കെ പോയിരുന്നു. സുബ്രഹ്മണ്യം മലയാളിയെല്ലാം കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കെന്തോ നമ്മുടെ തലവര ശരിയല്ലാത്തതുകൊണ്ട് നടന്നില്ലെന്ന് വേണം പറയാൻ. അതിനുശേഷം ഞാൻ പിന്നെ പത്മനാഭ സാറിൻ്റെ കൂടെ 1983 അരപ്പട്ട കെട്ടിഗ്രാമ സിനിമയ്ക്ക് അസിസ്റ്റൻ്റായി കൂടി. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് പെരുന്തച്ഛനെടുത്ത അജയൻ, തോപ്പിൽ വാസര മോൻ അജയൻ. ഇത് പറയുമ്പോൾ തോപ്പിൽ വാസര മകനായ അജയൻ ST കോളേജിൽ BA ലിറ്ററേച്ചർ ഫൈനൽ പഠിക്കും, സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ അവിടെ പഠിക്കാൻ ചെല്ലുന്നത്.
അന്ന് ഞങ്ങളുടെ പിന്നെ എസ് ടി കോളേജിൽ തോപ്പിൽ പാസച്ചേട്ടന്, വയലാർ രാമവർമ്മ സാറ്, മലയാറ്റൂർ രാമകൃഷ്ണൻ, ശങ്കരാടി ചേട്ടൻ, ഒട്ടാരക്കര ശ്രീധരൻ നായർ ഇവരെല്ലാം കാറിൽ വരികയും മകന് സാമ്പത്തികം കൊടുക്കാൻ വേണ്ടിയാണ് തോപ്പിൽ പാസച്ചേട്ടൻ വരുന്നത്. അങ്ങനെ ഈ സിനിമാക്കാരെല്ലാം കാണാനുള്ള സാഹചര്യം അന്ന് അജയൻ മുഖാന്തരം ഞാൻ കണ്ടായി. ഉദയ സ്റ്റുഡിയോയിലെ വർക്കിന് വേണ്ടി വരുന്നതാണ് അവർ. അങ്ങനെ അന്ന് അജയന് പിന്നെ ലിറ്ററേച്ചർ ഫൈനൽ പഠിക്കുകയായിരുന്നു. പിന്നെ അജയൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി ഭരതേട്ടൻ്റെ കൂടെ ചീഫ് അസോസിയേറ്റായി. അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പം തന്നെ പത്മനാഭൻ സാറിൻ്റെ കൂടെ ചീഫ് അസോസിയേറ്റായിട്ട് അദ്ദേഹം വന്നിരുന്നു. ഞങ്ങളുടെ അരപ്പട്ടേട്ട് ഗ്രാമത്തിനും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം. പിന്നെ അജയൻ സ്വന്തമായി ഒരു സിനിമ എടുക്കാൻ വേണ്ടിയാണ് മാറിയത്. ആ പടത്തിൻ്റെ പേരാണ് പെരുന്തഷൻ, തിലകൻ ചേട്ടൻ അഭിനയിച്ച പെരുന്തഷൻ. പിന്നെ അന്ന് തന്നെ വേണു പി നായർ ഞങ്ങളുടെ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ സുരേഷ് ഉണ്ണിത്താൻ പിന്നീട് ജാതകം സിനിമ ചെയ്യുകയും കുറേ സീരിയലൊക്കെ ചെയ്യുകയും ചെയ്ത സുരേഷ് ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ഞങ്ങളുടെ അരപ്പട്ടേട്ട് ഗ്രാമത്തിൽ അഭിനയിക്കാൻ വന്ന ഒരു നടനാണ് പൂജപ്പുര രാധാകൃഷ്ണൻ. പൂജപ്പുര രാധാകൃഷ്ണൻ ആ പടത്തിലാണ് അഭിനയിക്കാൻ തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊക്കെ ഉപരി ഇന്ന് നിങ്ങളെല്ലാം കാണുന്ന ഇന്ദ്രൻസ് എന്ന് പറയുന്ന മഹാനടൻ, അദ്ദേഹം അന്ന് പിന്നെ കോസ്റ്റ്യൂമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അരപ്പട്ടേട്ട് ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇന്നും ഇന്ദ്രൻസ് ചേട്ടനെ കണ്ടാൽ 83 ഇന്ദ്രൻസ് ചേട്ടനെ ഞങ്ങളെ പരിചയപ്പെട്ട അതേ ആൾ തന്നെയാണ്. ഒരു മാറ്റവുമില്ല. അദ്ദേഹം വലിയ നടനാണെന്നോ അവാർഡ് കിട്ടിയ ആളാണെന്നോ ഒന്നും ഒരു മാറ്റമില്ല. പഴയ ഇന്ദ്രൻസ് തന്നെയാണ് ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നത്. ഒരു മാറ്റമില്ലാത്ത ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇന്ദ്രൻസ് ചേട്ടൻ അന്ന് പിന്നെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിൽ അരപ്പട്ടേട്ട് ഗ്രാമത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അന്ന് ആ പടത്തിൽ സുകുമാരി ചേച്ചി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭരതേട്ടൻ്റെ പടത്തിൽ വന്നിരുന്ന കോട്ടയത്തുള്ള നടനുണ്ട് അച്ചൻകുഞ്ഞ്. ലോറി സിനിമയിലൊക്കെ അഭിനയിച്ച അച്ചൻകുഞ്ഞ് ആ പടത്തിലുണ്ടായിരുന്നു. അശോകൻ ഉണ്ടായിരുന്നു, മമ്മൂക്ക ഉണ്ടായിരുന്നു, നെടുമുടി മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു, അമ്പലപ്പുഴ രാമേന്ദ്രൻ ഉണ്ടായിരുന്നു. പിന്നെ ഗോമതി എന്ന് പറയുന്ന ഒരു തെലുങ്ക് നടിയായിരുന്നു അതിലെ നായിക. പിന്നെ കുഞ്ഞാണ്ടി സാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം നടന്മാരൊക്കെ അന്ന് ആ പടത്തിലുണ്ടായിരുന്നു. നമ്മുടെ ആനക്കര ആനക്കരയുള്ള അയോധ്യ എന്നുള്ള വീട്ടിലാണ് ആ പടത്തിൻ്റെ ഷൂട്ട് മൊത്തം നടന്നത്. അത് നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെയൊക്കെ തറവാടാണ്. INA ജോയിൻ ചെയ്ത് വലിയ വിപ്ലവക നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഉണ്ടായിരുന്ന INA ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ തറവാടാണ് ആനക്കര അയോധ്യ. അവിടെ വെച്ചാണ് അരപ്പട്ടേട്ട് ഷൂട്ട് ചെയ്തത്. അവരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഇന്നും ആ സ്ഥലമൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ പച്ച പിടിച്ച് കിടക്കുക. അത് കഴിഞ്ഞ് അവിടെ വെച്ചാണ് ഞാൻ പിന്നെ ഷാജി സാറിനെ പരിചയപ്പെടുന്നത്. ഷാജിയൻ കരുൺ, അദ്ദേഹത്തിൻ്റെ സംവിധാന അസോസിയേറ്റ് ഡയറക്ടർമാരായിട്ടുള്ള വേണുചേട്ടന്, വേണു, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു ക്യാമറാമാനുണ്ട്, ചേർത്തലക്കാരന്. അദ്ദേഹം എല്ലാം ഞാനവിടെ വെച്ചാൽ പരിചയപ്പെടുന്നത്. ഞാനപ്പം എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നൊരാഗ്രഹം പറയുകയും അതിനൊക്കെ വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ വേണു ചെയ്തു തന്നായിരുന്നു. 83 എനിക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെസ്റ്റൊക്കെ എഴുതി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. പക്ഷേ പിന്നെ എനിക്കൊന്നും അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരു മകൾ ജനിച്ച സമയമായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റിയില്ല. ഞാൻ പ്രേമവിവാഹം നടത്തിയ ഒരാളാണ്. ഞാനും ഭാര്യയും മാത്രമുള്ളൊരു ലോകത്താണ് ജീവിച്ചത്. അന്ന് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോഴ്സ് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണണം, അവിടെ പോയി സിനിമ പഠിക്കണം എന്നുള്ള ആർജവത്തിൽ 86 ഞാൻ അവിടെ ഫിലിം അപ്രീസിയേഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് FA കോഴ്സ് എന്ന് പറയും. അത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്ന് നടത്തുന്നൊരു കോഴ്സാണ്. അന്ന് 3 months 4 months ഉണ്ടായിരുന്നു ആ കോഴ്സ്. അന്ന് PK നായർ സാറായിരുന്നു ഫിലിം ആർക്കൈവിൻ്റെ ഡയറക്ടർ. അതുപോലെ GR മേനോൻ സാറുണ്ടായിരുന്നു. അരവിന്ദൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന കോട്ടയത്തായിരുന്നു GR മേനോൻ സാറുണ്ടായിരുന്നു. ഒത്തിരി പേര് പിന്നെ ഈ സത്യത്തിലൂടെ സിനിമകളെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കുന്ന വലിയ വലിയ സാറന്മാരെ കൂടെ പരിചയപ്പെടാൻ പറ്റി. അത് വലിയൊരു നേട്ടമായി ഞാൻ കാണുകയാണ്. ജീവിതത്തിൽ എനിക്ക് സന്തോഷമായിട്ടൊരു കാലഘട്ടമായിരുന്നു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ കാലഘട്ട ജീവിതം. ഒത്തിരി ആൾക്കാരുമായിട്ടുള്ള ബന്ധപ്പെടാനും, അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്ന U മോഹൻ എന്ന് പറയുന്ന ക്യാമറ പഠിച്ചിരുന്നിരുന്ന ആളിൻ്റെ മകളാണ് ഇപ്പം നമ്മളുടെ സത്യനന്ദിക്കാടിൻ്റെ പുതിയ പടത്തിൽ നായിക. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പുതിയ പടത്തിൽ സ്നേഹപൂർവ്വം ആ പടത്തിലേക്ക്. അന്ന് U മോഹൻ അവിടെ ക്യാമറ
ഡിപ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥിയാണ്. അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറായിട്ടിരുന്നത് ജോൺ ശങ്കരമംഗലം സാറായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. അന്ന് പിന്നെ മൃണാൾസന്, അതുപോലെ തന്നെ മറ്റേ മിർച്ചി മസാല ഒക്കെ എടുത്ത ഡയറക്ടർമാർ എല്ലാവരും ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് വന്നിരുന്നു. സത്യജിയുടെ സിനിമകളെ പറ്റിയും ഋത്തിക് കട്ടക്കിൻ്റെ സിനിമയെ പറ്റിയൊക്കെ ക്ലാസ് റൂം ഉണ്ടായിരുന്നു. സിനിമ കാണിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എൻ്റെ ജീവിതത്തിൽ സിനിമ മോഹിച്ച് നടന്ന ഒരാളെന്ന നിലയ്ക്ക്, അതിലെങ്ങും എത്താതെ പോയ ഒരാളെന്ന നിലയ്ക്ക് ഇന്നും ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജീവിതം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. ഇന്നും ഈ സ്നേഹപൂർവ്വം സിനിമ കണ്ടപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗേറ്റും ആ കാര്യങ്ങളൊക്കെ കണ്ടാൽ വലിയ സന്തോഷമായിരുന്നു. പിന്നെ അടുത്ത് തന്നെയുള്ള ഫർഗൂസൺ കോളേജ്, ലോ കോളേജ്, അതുപോലെ തന്നെ നമ്മുടെ വലിയൊരു ആശ്രമമുണ്ട് അവിടെ. ആ ആശ്രമത്തിലൊക്കെ ഞങ്ങൾ പോയിരുന്നു. അന്ന് പഠിത്ത കാലത്ത് നമ്മൾ പോയിരുന്നു. അജന്ത എല്ലോറ കേവ്സ്, അതുപോലെ ഓഷോ രജനീഷിൻ്റെ ആശ്രമം, അവിടെ എല്ലാം പോയിട്ട് നമ്മൾ അവിടെ എല്ലാം കാണുവാനൊക്കെ ചെയ്തു. ഒത്തിരി സുഹൃത്തുക്കളെ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ ഞങ്ങളുടെ കൂടെ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുണ്ടായിരുന്ന, ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ ഓർക്കുന്ന ഒരാളിൻ്റെ പേര് പറയാം, ദീപ്തി നാവൽ എന്നുള്ള ഹിന്ദിയിലെ ബോളിവുഡിലെ വലിയ ഒരു നടിയായിട്ട് മാറി ഒത്തിരി പാരലൽ സിനിമകളിലൊക്കെ അഭിനയിച്ച് വന്ന ദീപ്തി നാവൽ ഞങ്ങളുടെ കൂടെ ആ ക്ലാസ്സിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. അവരെ ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ചെമ്മീൻ സിനിമയുടെ ക്യാമറാമാനായിരുന്ന മാർക്കസ് പെട്രിയുടെ കൂടെ അസോസിയേറ്റ് ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്ത വേറൊരു ശിവൻ ചേട്ടനുണ്ട് ഇവിടെ, അരിപ്പാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹം അടൂർ സാറിൻ്റെ കൂടെ പന്തളം കോളേജിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന ആളാണ്. സാറിൻ്റെ തുടക്കം മുതൽ എല്ലാ പടങ്ങളിലെയും ആർട്ട് ഡയറക്ടറാണ്. പുള്ളി നല്ലൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഞാൻ ശിവൻ ചേട്ടനെ പോയി കണ്ടു, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ FA കോഴ്സിൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട്. അപ്പം ശിവൻ ചേട്ടൻ്റെ ഒരു കത്തുമായിട്ട് ഞാൻ അടൂർ സാറിനെ കാണാൻ പോയി. അതിനു മുമ്പ് പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. അത് ഇതിലൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാര്യമാണ്. ഞാനൊരു ഫിലിം സൊസൈറ്റി പ്രവർത്തകനായിട്ടാണ് ഈ സിനിമ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത്. അന്ന് ഉപാസന ഫിലിം സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഞങ്ങൾ 1970കളിൽ ഹരിപ്പാട്ട് രൂപീകരിച്ചിരുന്നു. അന്ന് ഞാൻ എൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഇന്നത്തെ ഹിറ്റ് മേക്കർ ഡയറക്ടർ K. മധു അതിൻ്റെ ട്രഷററായിരുന്നു. ഒത്തിരി ആൾക്കാരെ വെച്ച് ഞങ്ങൾ 1970 ഹരിപ്പാടിൻ്റെ ഹൃദയഭാഗത്ത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം നടത്തിക്കൊണ്ട് വന്നു. ആ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞങ്ങൾ അടൂർ സാറിനെ വിളിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയി. അന്ന് ശാസ്തമംഗലത്താണ് ഈ ചിത്രലേഖ സ്റ്റുഡിയോയുടെ ഓഫീസ്. അന്ന് അവിടെ ചെന്നപ്പം ഒത്തിരി മഹാരഥന്മാരെ നമ്മൾ കാണാൻ പറ്റിയായിരുന്നു. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അടൂർ സാറിനെ ഞാൻ കാണുന്നത്. സ്വയംവരം റിലീസാകുന്നതിന് മുമ്പാണ്. സാറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, സാറ് വന്ന് ഞങ്ങളുടെ ഫിലിം സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു തരണം. ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പുള്ളി അവിടെ ചിത്രലേഖ ഫിലിം സൊസൈറ്റി തുടങ്ങി സ്വയംവര സിനിമ എടുത്ത് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. സാറിനന്ന് റഷ്യയിലേക്ക് പോകാനുള്ള ഒരു സെലക്ഷനെ കിട്ടിയിരിക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങൾ ചെന്നായിരുന്നു. മധുവിൻ്റെ ഒരു അളിയനുണ്ട്, അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ചലച്ചിത്ര ഫിലിം സൊസൈറ്റിയെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം. തമ്പിച്ചേട്ടൻ എന്ന് വിളിക്കും. മധുവിൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡാണ്, ഹരിപ്പാട്ടുകാരനാണ്. പുള്ളിയുടെ ഒരു ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അടൂർ സാറിനെ കാണാൻ ചെല്ലുന്നത്. ശാസ്തമംഗലത്താണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അന്ന് അവിടെ സാറിനെ പരിചയപ്പെടുന്നു. സാറ് ഈ സ്വയംവര സിനിമയെ പറ്റിയൊക്കെ അടുത്ത് ചോദിക്കുന്നു. അന്ന് ഹരിപ്പാട് കൽപ്പന തിയേറ്റർ എന്നൊരു സിനിമ തിയേറ്ററുണ്ട്. സാർ അവിടെ ആ സിനിമ റിലീസ് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞായിരുന്നു. ഈ കൽപ്പന തിയേറ്റർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ക്യാമറാമാൻ സഞ്ജീവ് ശങ്കറിൻ്റെ അച്ഛൻ ശങ്കരൻ നായർ ചേട്ടൻ്റെ സിനിമാ തിയേറ്ററാണ് കൽപ്പന തിയേറ്റർ ഹരിപ്പാട്. ഞാനും K. മധുവും ഡബിങ് ആർട്ടിസ്റ്റ് ഹരിപ്പാട് സോമനും എല്ലാം സിനിമയിൽ വന്നത് ഈ കൽപ്പന തിയേറ്ററിലെ ഫ്രീ ആയിട്ടുള്ള സിനിമാ കാഴ്ചയിലൂടെയാണ്. ഞങ്ങൾക്ക് സിനിമ മനസ്സിൽ വളർത്തിയത് കൽപ്പന തിയേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് വലിയ ക്യാമറാമാനായ പത്രം, ലേലം മുതലായ സിനിമകളുടെ CB മലയിലിൻ്റെ പടങ്ങളുടെ, ജോഷി സാറിൻ്റെ പടങ്ങളുടെ, അതുപോലെ തന്നെ ഒത്തിരി വലിയ മഹാരഥന്മാരുടെ സിനിമകൾക്ക് ക്യാമറാമാനായിട്ടിരുന്നു സഞ്ജീവ് ശങ്കർ. അന്ന് ഞങ്ങൾ അവിടെ ഈ സ്വയംവരം റിലീസ് ചെയ്യാൻ സാറിനോട് പറയുകയും സാറ് മാവേലിക്കര MKVയിലും ഹരിപ്പാട് കൽപ്പന തിയേറ്ററിലെ പടം റിലീസ് ചെയ്തു. ഞങ്ങളുടെ ഉപാസന ഫിലിം സൊസൈറ്റി ഞങ്ങൾ പ്രത്യേകം നോട്ടീസ് അടിച്ച് ഹരിപ്പാട്ടുള്ള എല്ലാ വീടുകളിലും കൊണ്ടുനടന്ന് കൊടുക്കുകയും കൽപ്പന തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം, പുതിയൊരു അനുഭവമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഫിലിം സൊസൈറ്റിയുടെ കൂടെ തന്നെ സ്വയംവരത്തിൻ്റെ നോട്ടീസെല്ലാം കൊടുത്ത് ആ പടം ഞങ്ങൾ വിജയിപ്പിച്ചായിരുന്നു. 2 ആഴ്ചയോളം ആ പടം ഓടി.
പിന്നെ സ്വർണ്ണ മെഡൽ കിട്ടിക്കഴിഞ്ഞപ്പോഴും വീണ്ടും ഒരു 1-2 ആഴ്ചയോടെ ഹരിപ്പാട് കൽപ്പന തിയേറ്ററിലെ പടം കളിച്ചായിരുന്നു. അങ്ങനെയാണ് അടൂർ സാറുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. ഞങ്ങളുടെ ഉപാസന ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടത്തുന്നത് അടൂർ സാറാണ്. അന്ന് മറ്റ് ആർട്ടിസ്റ്റുകളൊന്നും നമുക്ക് കിട്ടിയില്ല. അന്ന് സാറിൻ്റെ കൂടെ ഞങ്ങളുടെ ഈ ഉദ്ഘാടനത്തിന് വന്ന് അടൂർ സാറിനോട് വന്ന ആൾക്കാരാണ് പിന്നീട് ഭാരത അവാർഡ് കിട്ടിയ ഗോപിച്ചേട്ടന്, കരമന ജനാർദ്ദനൻ നായർ, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫിലിം ക്രിട്ടിക് അസോസിയേഷനിലെ ബേബി സാറ്, ഇവരെല്ലാം കൂടെ അന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഈ സ്കൂളിൽ വെച്ചായിരുന്നു എൻ്റെ ഉദ്ഘാടനം. അന്ന് മുതൽ സാറുമായിട്ടുള്ള പരിചയമാണ്. പിന്നെ ഞാൻ സാറിനെ കാണുന്നത് 1986 പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ FA കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് സാറിൻ്റെ ആർട്ട് ഡയറക്ടറായ ഹരിപ്പാട് ശിവൻചേട്ടൻ്റെ കത്തുമായി ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയി കാണുകയാണ്. അപ്പോൾ അന്ന് പോകാൻ്റെ കാരണം കൂടെ ഉണ്ട്. അടുത്ത പടത്തിൻ്റെ ഒരു ലൊക്കേഷനൂടെ നോക്കിയിട്ട് അതോടെ വെച്ചിട്ടാണ് അവിടെ പോണത്. അപ്പോൾ അടുത്ത പടം മതിലുകളിൻ്റെ ഒരു ലൊക്കേഷൻ, ജയിൽ ലൊക്കേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ശിവൻചേട്ടനോട് പറഞ്ഞിരുന്നു. അപ്പം പഴയ മാവേലിക്കര പോലീസ് സ്റ്റേഷൻ്റെയും ഹരിപ്പാട് എൻ്റെ വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെയും തടവ് മുറികൾ, പിന്നെ ഈ ബഷീർ കിടക്കുന്നതായിട്ടുള്ള അറസ്റ്റ് ചെയ്ത് കിടക്കുന്ന തടവ് മുറികൾ, ഈ രണ്ട് അടുത്തും പോയി ഞങ്ങൾ സ്റ്റില്ലെടുത്തിട്ട് ആ സ്റ്റില്ലും ഒക്കെ ആയിട്ടാണ് സാറിനടുത്ത് പോകുന്നത്. അത് ലൊക്കേഷനിലൊക്കെ പുള്ളി ഹരിപ്പാടാണ് ഇഷ്ടപ്പെട്ടത്. മതിലുകളിൽ സിനിമ അഭിനയിക്കുകയാണെങ്കിൽ മമ്മൂക്കായ ഹരിപ്പാട് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായി. അടൂർ സാറിൻ്റെ ഒരു 15-20 മിനിറ്റോളം ഹരിപ്പാട് പൊളിച്ച് കളഞ്ഞ് പോയ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ശിവൻചേട്ടൻ്റെ റെക്കമെൻഡേഷനിലാണ് ഞാൻ സാറിനോട് വരുന്നത്. അങ്ങനെ അനന്തരം സിനിമ മുതലാണ് ഞാൻ സാറുമായിട്ട് തുടങ്ങിയത്. പത്മനാഭ സാറിൻ്റെ കൂടെയും അടൂരിൻ്റെ കൂടെയും. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് നെടുമുടി വേണിച്ചേട്ടൻ നടനായി വന്നു. പിന്നെ വേണിച്ചേട്ടൻ ഒരു മെഗാ സീരിയൽ എടുക്കുന്ന ഞാൻ അറിഞ്ഞു. അത് കൈരളി വിലാസൻ ലോഡ്ജ് TV സീരിയലാണ്. PTI ടെലിവിഷന് വേണ്ടി സക്കറിയ എഴുതിയിട്ട് ഉള്ള സീരിയലാണ്. ഇന്നത്തെ വിൻ മോഹൻ സാറായിരുന്നു അതിൻ്റെ ക്യാമറാമാൻ. അദ്ദേഹത്തിൻ്റെ സംവിധാനം ദിൽജിത്ത്, ഇപ്പോഴത്തെ സൗണ്ട് റെക്കോർഡ്സ് ചന്ദ്രൻ, SR ചന്ദ്രൻ എല്ലാം ആ സീരിയലിന് വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഇന്നത്തെ വലിയ വലിയ നടന്മാരെല്ലാം അതിൽ അഭിനയിച്ചിരുന്നു. ഇന്നസെൻ്റ്, ശ്രീനിവാസന്, പിന്നെ സംവിധായകനായി മാറിയ വേണുനാവളിച്ചേട്ടന്, ജഗദീഷ്, മണക്കാട് ഉഷ, പിന്നെ കുട്ടിയടുത്ത് വിലാസിനി ചേച്ചി, എല്ലാവരും ആ സീരിയൽ മെഗാ സീരിയലായിരുന്നു. അതിൽ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തു. ചിത്രാഞ്ജലി സ്റ്റുഡിയോ സെറ്റിട്ടുള്ള വർക്കായിരുന്നു. അത് കഴിഞ്ഞ് സാറ് ചേട്ടനൊരു സിനിമ എടുത്തു, പൂരം എന്നും പറഞ്ഞ്. ആ പൂരത്തിനും ഞാൻ വർക്ക് ചെയ്തായിരുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സഹകരിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ടോ വേണിച്ചേട്ടൻ സിനിമാ സംവിധാനത്തിലേക്ക് മുതിർന്നില്ല. അവസാനമായി ഞാൻ കണ്ടപ്പോൾ മണ്ണാർശാലയിൽ കലാമണ്ഡലം ഗോപിയാശാൻ്റെ കഥകളി ഉദ്ഘാടനത്തിന് വേണിച്ചേട്ടൻ ഹരിപ്പാട്ട് വന്നിരുന്നു. അന്ന് വേണിച്ചേട്ടൻ ഒരു പടത്തിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വേണിച്ചേട്ടൻ ഹരിപ്പാട്ടുണ്ടായിരുന്നു. സന്തോഷം സംവിധാനം ചെയ്ത ഒരു പടത്തിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ ചേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ചേട്ടനെ പോയി കണ്ടിരുന്നു. അന്ന് പുള്ളി പറഞ്ഞു, എനിക്ക് വീണ്ടും സിനിമ സംവിധാനം ചെയ്യണം, അതിനുള്ള കഥകളൊക്കെ റെഡിയായി വരികയാണ് ശ്രീകുമാർ എന്നൊക്കെ പറഞ്ഞു. അന്ന് സാറിനോട് വർക്ക് ചെയ്യുന്ന ശ്രീപ്രകാശ്, പിന്നെ മരിച്ചുപോയ സജി പറവൂർ, അദ്ദേഹം പിന്നെ സിനിമയൊക്കെ എടുത്ത് സുരേഷ് ഗോപിയും മോഹൻലാൽ വെച്ച് പടമൊക്കെ എടുത്തായിരുന്നു. അദ്ദേഹം ഇന്ന് നമ്മളോടില്ല. പല പടങ്ങളുടെയും ചീഫായിട്ടൊക്കെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. സീരിയലും പുള്ളി ചെയ്തിട്ടുണ്ട്. സജി പറവൂർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ശ്രീപ്രകാശ് ട്രിവാൻഡ്രത്തുണ്ട്. ഞാൻ ഹരിപ്പാട്ട് ജീവിച്ചിരിക്കുന്നു. അങ്ങനെ വേണിച്ചേട്ടൻ്റെ കൂടെയുള്ള ആ കാലഘട്ടം ST കോളേജിൽ പഠിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ പരിചയപ്പെട്ട വേണിച്ചേട്ടൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൈരളി വിലാസൻ ലോഡ്ജ് TV സീരിയലും പൂരം സിനിമയും ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. പിന്നെ സാറ് പിന്നെ സിനിമ ചെയ്തില്ല, സീരിയലൊന്നും ചെയ്തില്ല. സാറ് അഭിനയിക്കാൻ തന്നെ ഇരിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനിടയ്ക്ക് എൻ്റെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ സിനിമയിൽ നിന്ന് ഒന്ന് അകന്ന് നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും സിനിമയിലേക്ക് വരുന്നത് പത്മനാഭ സാറിനോട് ഉണ്ടായിരുന്ന ബ്ലസ്സി ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു. ബ്ലസ്സി കാഴ്ച എന്നൊരു സിനിമ. അദ്ദേഹം ഒരു സുഹൃത്തിനെ പറഞ്ഞ് വിട്ടു. സീരിയലൊക്കെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ജയൻ ഹരിപ്പാട്ടുകാരനാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ജയനും ഞാനും കൂടെ തിരുവല്ല TV ചെല്ലണം പറഞ്ഞ് ബ്ലസ്സി പറഞ്ഞു വിടുകയും അവിടെ ചെന്നു. അപ്പം ഇങ്ങനെ ഒരു ചെറിയ വേഷം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരു അഭിനേതാവൊന്നുമല്ല, അഭിനയിക്കാനായിട്ട് അറിയത്തില്ല. പുള്ളി പറഞ്ഞു, ശ്രീമാറിയേട്ടൻ്റെ ഈ താടിയും മുഖവും ഒക്കെ തന്നെ നമുക്ക് ആവശ്യമുള്ളത്, അങ്ങനത്തെ കഥാപാത്രം തന്നിരിക്കുന്നത്. പിന്നെ ആലുവയിൽ നമുക്ക് അതിൻ്റെ റിഹേഴ്സലൊക്കെ ഉണ്ട്. നമ്മൾ അന്ന് ബ്ലസ്സിയുടെ ഫസ്റ്റ് പടത്തിന് തന്നെ പുള്ളി ആർട്ടിസ്റ്റുകൾക്കെല്ലാം ക്ലാസ് കൊടുത്തിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്.
അന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാത്ത 1-2 പേരേ ഉള്ളൂ. ഒന്ന് മമ്മുക്ക, അതുപോലെ തന്നെ മനോജ് കെ ജയൻ. മനോജ് കെ ജയൻ്റെ കഥാപാത്രം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് കലാഭവൻ മണിയായിരുന്നു. പക്ഷേ എന്തോ മണിച്ചേട്ടനൊന്നും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ വേഷം ചെയ്തത് പിന്നെ മണിച്ചേട്ടൻ എന്തോ കാരണവശാൽ ആ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ല. ആ പടത്തിലൂടെ നമ്മളൊരു ചെറിയൊരു അഭിനേതാവായിട്ട് വന്നു. കാഴ്ചയിൽ 1-2 സീനിൽ അഭിനയിച്ചു. പിന്നെ ഒരു പാട്ട് സീനിലും ഈ കുഞ്ഞിനെ പിന്നെ ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കണമെന്ന് പറയുന്ന കളക്ട്രേറ്റിലെ സീനിലൊക്കെ അഭിനയിച്ചു. അതൊക്കെ പാട്ടിലാണ് വന്നത്. അതുകൊണ്ട് ഇപ്പോഴും പാട്ടൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഒരാൾ ഈ സിനിമയിലുണ്ടായിരുന്നുള്ളൊരു സന്തോഷം ഉണ്ടാകാറുണ്ട്. പിന്നെ കുറേ പടങ്ങളിലും സീരിയലൊക്കെ ചെയ്തായിരുന്നു. പിന്നെ വർക്കല ഗോപിനാഥൻ്റെ സീരിയൽ ചെയ്തായിരുന്നു. പകൽ വീട്, അത് വേണിച്ചേട്ടനും അതിനകത്തുണ്ടായിരുന്നു. വേണിച്ചേട്ടൻ മുഖാന്തരമാണ് അങ്ങനത്തെ വേഷം വന്നത്. വേണിച്ചേട്ടനുണ്ടായിരുന്നു, ജഗന്നാഥവർമ്മയുണ്ടായിരുന്നു, ഈ ഡോക്ടർ ജയൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പടന്നേലുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാരുള്ള ഒരു മെഗാ സീരിയലായിരുന്നു പകൽ വീട്. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു അതിലൊക്കെ ചെയ്തായിരുന്നു. പിന്നെ പത്മനാഭൻ ചേട്ടൻ്റെ മകൻ കെ രാജീവൻ ചെയ്ത ഒരു സീരിയലുണ്ടായിരുന്നു, വാടകയ്ക്കൊരു ഹൃദയം. അതിലും ഞാൻ നല്ല വേഷം ചെയ്തായിരുന്നു. അതിൻ്റെ സംവിധാനം കെ രാജീവനും, കഥാതിരക്ക സംഭാഷണം എഴുതി സംവിധാനവും കൂടെ ചെയ്തത് അനന്തപത്മനാഭനാണ്, പത്മനാഭൻ ചേട്ടൻ്റെ മകൻ. അതിലൊക്കെ വർക്ക് ചെയ്തു. പിന്നെ ഇത് സീരിയലിലെ ആവർത്തന വിരസത കാരണം ഞാൻ പിന്നെ സീരിയൽ രംഗത്തൊന്നും പോയില്ല. പിന്നെ ആരെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ പോകും. അങ്ങനെ ലാസ്റ്റ് ചെയ്തത് കലാമണ്ഡലം ഹൈദരാലി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു പടം കൂടെ ചെയ്തു നമ്മുടെ സൗബിൻ സാഗർ മഞ്ജുവാര ടീമിൻ്റെ കൂടെ, വെള്ളരിപ്പട്ടണം. ഇങ്ങനെ ആ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. അത് നമ്മൾക്ക് അത്ര വലിയ അഭിനയ പ്രതിഭയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബ്ലെസ്സിയാണ് നമ്മളെ ഈ അഭിനയത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. 1983 പത്മരാജ സാറിൻ്റെ അരപ്പട്ട കെട്ടിയ രാമൻ സിനിമ വർക്ക് ചെയ്യാൻ വരുമ്പോഴാണ് മഹാനായ ചലച്ചിത്രകാരൻ ഷാജിയൻ കരുൺ സാറിനെ ഞാൻ പരിചയപ്പെടുന്നതും. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. സാറിൻ്റെ കൂടെ പിന്നെ വേണിച്ചേട്ടൻ്റെ പൂരം സിനിമ ചെയ്തപ്പോഴും ഷാജി സാറായിരുന്നു ക്യാമറാമാൻ. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ആ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾക്ക് മലയാള സിനിമയ്ക്ക് വേണ്ടിയാണ് കേരള ഗവൺമെൻറ് ഒരു ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കുകയും, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു ചലച്ചിത്ര അക്കാദമി. പല പല അക്കാദമികളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ചലച്ചിത്ര അക്കാദമി രൂപീകൃതമായപ്പോൾ അതിൻ്റെ ചെയർമാനായിരുന്ന ആദ്യത്തെ ചെയർമാനും അക്കാദമി രൂപീകരണത്തിൽ വളരെയധികം അക്കാദമി എന്താണ്, ചലച്ചിത്ര അക്കാദമി എങ്ങനെ രൂപീകരിക്കണം എന്ന യാതൊരുവിധ നമുക്ക് മുൻപ് കാലങ്ങളിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രം അന്ന് ടി കെ രാമകൃഷ്ണൻ സാറായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും അന്ന് ആ രൂപീകരണത്തിൽ പിന്നെ ഷാജി സാറിനെയാണ് അതിൻ്റെ ചെയർമാനായി രൂപീകരിച്ചത്. 5 വർഷം സാറ് ആ ഇതിൽ ഇരുന്നിരുന്നു. അന്ന് ഞങ്ങൾ കേരളത്തിലെ 5 മെയിൻ സെൻറ്ററുകളിൽ, വലിയ വലിയ പട്ടണങ്ങളിൽ ചലച്ചിത്ര അക്കാദമിയുടെ നമ്മുടെ ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. പണ്ട് PRD നടത്തിയിരുന്നു, അത് കഴിഞ്ഞ് KSFDC നടത്തിയിരുന്നു. അതിനുശേഷം ചലച്ചിത്ര അക്കാദമിയാണ് പിന്നെ ചലച്ചിത്ര സംബന്ധമായ എല്ലാ അവാർഡുകളും ഫിലിം ഫെസ്റ്റിവലുകളും എല്ലാം നടത്തിക്കൊണ്ടത്. ഇപ്പം ചലച്ചിത്ര അക്കാദമി ചലച്ചിത്രത്തെപ്പറ്റി ഒരു മാസിക ഇറക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ചലച്ചിത്ര അക്കാദമിയിൽ ഫെസ്റ്റിവൽ വിങ്ങിൽ ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. സാറിൻ്റെ കൂടെ ആ ഒരു പിന്നെ കാലഘട്ടങ്ങളിൽ ഈ ചലച്ചിത്ര അക്കാദമിയുടെ കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുവാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം എനിക്കുണ്ടായി. അതുകൂടെ പറയാതെ എനിക്ക് പറ്റത്തില്ല. അദ്ദേഹമായിട്ടുള്ള ബന്ധം അതുപോലെയായിരുന്നു. കുട്ടിസ്രാങ്ക് അതുപോലെ പല പടങ്ങൾക്കും ഞാൻ സാറിനെ സെറ്റിൽ പോയി കാണുകയും സാറുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം തന്നെയായിരുന്നു ചലച്ചിത്ര അക്കാദമിയിലെ ജീവിതകാലം. അതൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിലിം അപ്രീസിയേഷൻ കോഴ്സ് പഠിക്കാൻ പോയതും വലിയ വലിയ മഹാരഥന്മാരായ പത്മനാഭൻ ചേട്ടൻ്റെ കൂടെയും അടൂരിൻ്റെ കൂടെയും അതുപോലെ തന്നെ നെടുമുടി ചേട്ടൻ്റെ കൂടെയും എൻ്റെ തുടക്കം കുറിച്ച ശശികുമാർ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന കൂടെ തന്നെ ചലച്ചിത്ര അക്കാദമിയിലും തുടക്കത്തിൽ അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ട്
അത് ഒരിക്കലും ഞാൻ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിലെ വളരെയധികം ഒരു സന്തോഷകരമായ കാലഘട്ടങ്ങളോടെ ഞാൻ കടന്നു പോയത്. അന്നും ഒത്തിരി സിനിമാ പ്രവർത്തകരായിട്ട് പരിചയപ്പെടാനും അവരുടെ കൂടെ ജോലി ചെയ്യാനും എനിക്ക് സാധിച്ചു. അതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2-3 പേരുണ്ട്. ഒന്ന് നമ്മുടെ എഡിറ്റർ ബീന പോള്, അതുപോലെ തന്നെ മീര സാഹിബ് സാറ്, അടൂർ സാറിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള മീര സാഹിബ് സാറ്, അതുപോലെ തന്നെ കഴകം മുതലായ സിനിമകൾ എടുത്ത MP സുകുമാരൻ നായർ, ഇവരെല്ലാം ഞാൻ ചലച്ചിത്ര അക്കാദമിയിലൂടെയും ഒക്കെയാണ് പരിചയപ്പെട്ടത്. അവരോട്ടെല്ലാം ബീന പോളാണെങ്കിൽ നമ്മുടെ ക്യാമറാൻ വേണുവിൻ്റെ ഭാര്യയാണ്. എല്ലാ ഫെസ്റ്റിവലുകളിലും ഇതുവരെയുള്ള എല്ലാ ഫെസ്റ്റിവലുകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് KSFDC നടത്തിയ ഫെസ്റ്റിവലുകളിൽ, PRD നടത്തിയ ഫെസ്റ്റിവലുകളിൽ എല്ലാം ഞാൻ പങ്കെടുക്കുമായിരുന്നു. മഹാനായ സത്യജിത്രയെ ഒക്കെ കൊണ്ടുവന്നിരുന്ന ഒരു അക്കാദമിയാണ്. നമ്മുടെ അക്കാദമിയുടെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ അതികായനായ അമിതാഭ് ബച്ചൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. സാറിനെ കൊണ്ടുവരാനും ഒക്കെ ഉള്ള മുൻകൈ എടുത്ത് ഷാജി സാറിനോടുള്ള എൻ്റെ സ്നേഹവും കടക്കപ്പാടും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ചലച്ചിത്ര അക്കാദമിക്ക് അടിത്തറ പാകിയ വ്യക്തിയാണ് ഷാജി സാറ്. അതുപോലെ തന്നെ KSFDCയിലും അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റിൽ KSFDCയുടെ മുമ്പോട്ടുള്ള വളർച്ചയിൽ ഡിജിറ്റൽ യുഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടാണ് സാറ് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയത്. സിനിമാ തിയേറ്ററിൽ നിന്ന് കേരളം തോറും സിനിമാ തിയേറ്ററുകൾ ഉണ്ടാക്കുന്ന ആ പ്രവർത്തനമൊക്കെ തുടങ്ങി വെച്ചത് സാറാണ്. ഇന്ന് KSFDCയും ചലച്ചിത്ര അക്കാദമിയും ഒക്കെ ഇന്ത്യയിലെ അഭിമാന സ്തംഭങ്ങളായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പുറകിലെല്ലാം പ്രവർത്തിച്ച വലിയൊരു സിനിമാ പ്രവർത്തകനും സംവിധായകനും ക്യാമറാമാനുമായിരുന്നു ഷാജി കരുൺ സാർ. ഷാജി കരുൺ സാറിനും ഹരിപ്പാടുമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. പുള്ളി ഞങ്ങളുടെ ഹരിപ്പാട് തന്നെയുള്ള പുളുക്കി തൃക്കുന്നപ്പുഴ ആ ഭാഗത്തുള്ള മനുഷ്യനായിരുന്നു. കൊല്ലത്തായിരുന്നു താമസം. അങ്ങനെയുള്ളൊരു ബന്ധവും കൂടെ സാറുമായിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഡാം 99 എന്നുള്ള സിനിമ നിങ്ങളെല്ലാം കണ്ടു കാണുമായിരിക്കും. തിലകൻ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ശ്യാംബനങ്ങൾ സാറിൻ്റെ പടങ്ങളിലൊക്കെ അഭിനയിച്ച വലിയൊരു ഹിന്ദി നടനെ കൊണ്ടുവന്നിട്ട് തിലകൻ സാറിന് പകരം വെച്ച പടം ചെയ്തായിരുന്നു. ഹോളിവുഡ് മൂവിയായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസറും എൻ്റെ നാട്ടുകാരനാണ്. ഷാജി ബോൺസ്ലെ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ അനന്തരവനാണ് ഈ ഡാം 99 നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെതാണ് തിരുവനന്തപുരത്തുള്ള ഏരീസ് ഫ്ലെക്സ് തിയേറ്റർ അദ്ദേഹമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ദുബായിലാണ് അദ്ദേഹം. സിനിമയിൽ ഇനിയും ഒത്തിരി പടങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. IB ശേഷേട്ടനെ വെച്ച് സിനിമയൊക്കെ തുടങ്ങാൻ ഭാവിച്ചിരുന്നു അദ്ദേഹം. പക്ഷേ എന്തുകൊണ്ടോ ദൈവാധീനം അനുവദിച്ചില്ല. പുള്ളിക്കാരനും ഹരിപ്പാടിൻ്റെ ഏറ്റവും വലിയ ഹോളിവുഡ് മൂവിയിൽ പോലും പ്രാഗൽഭ്യം തെളിയിച്ച സംവിധായകനും നിർമ്മാതാവുമാണ് ഹരിപ്പാട്ടുകാരനായ അദ്ദേഹം. ഇങ്ങനെ ഇവരെല്ലാം ഓർക്കാതെ നമുക്ക് ഹരിപ്പാടിൻ്റെ സിനിമാ ചരിത്രം പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇങ്ങേയറ്റത്തെ ഒരാളായി മാത്രമേ ഞാൻ നിൽക്കാൻ പറ്റുന്നുള്ളൂ. അത് എല്ലാം തന്നെ ഒരു ദൈവാധീനം, നമ്മുടെ ഈശ്വരാനുഗ്രഹം എന്നല്ല എന്ത് പറയാനാണ്. ഞാനൊരു സിനിമ പ്രവർത്തകനായതുകൊണ്ട് മാത്രമാണ് എൻ്റെ നാട്ടിലെ ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടുന്നവരും എല്ലാം എനിക്കതൊരു പേരും പെരുമയും ഉണ്ടാക്കി തന്നത് ഈ സിനിമാ ജീവിതം തന്നെയാണ്. ഈ സിനിമാ ജീവിതം ഇല്ലെങ്കിൽ ശ്രീകുമാർ ആരുമല്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ ഒരു ലോകമാണ് സിനിമ. അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് കാണുന്നവരെ നാളെ കാണത്തില്ല, നാളെ കാണുന്ന ഇന്ന് കാണുകയില്ല. കുറേ അപ്പോൾ ഭാഗ്യമുള്ള ആൾക്കാർ വർഷങ്ങളായി നിൽക്കും. എന്നെപ്പോലെ തന്നെ സിനിമകളൊന്നും വിജയിക്കാതെയൊക്കെ പോയ ഒത്തിരി സിനിമാ പ്രവർത്തകരുടെ ഒരു കാലത്ത് തന്നെയാണ് ഞാനും ജീവിക്കുന്നത്. അവരുടെ ഒന്നും പേര് ഞാനിവിടെ എടുത്ത് പറയുന്നില്ല. പക്ഷേ സർക്കാർ ഞങ്ങൾക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ തരുന്നുണ്ട്. കലാകാരക്ഷേമനിധി ബോർഡിൽ നിന്ന് നമുക്ക് പെൻഷൻ തരുന്നുണ്ട്. മാസം 4000 രൂപ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ബേബി സാറിൻ്റെ കാലത്താണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടിരുന്നപ്പോൾ അദ്ദേഹം കലാകാരക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കുകയും ഇന്നും അത് എല്ലാ കലാകാരന്മാർക്കും പെൻഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയെ മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ്. സിനിമ ഒരു മായിക ലോകമാണ്. എല്ലാവർക്കും അങ്ങനെ അതിനകത്ത് ശോഭിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ എന്നാലും സർക്കാർ നമ്മളെ കൈപിടിച്ച് നമുക്കൊരു ജീവിതത്തിൻ്റെ വേണ്ടിയുള്ള ഒരു പെൻഷനൊക്കെ തരാൻ തയ്യാറായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിനെയും ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല.